DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഡോൾ കേക്കുമായിട്ട് നിൽക്കുന്ന കാണുമ്പോഴേ മനസ്സിലാകും ഇന്നത്തെ വീഡിയോ ഒരു ഡോൾ കേക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക മോൾഡോ പാനോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പല തരത്തിലുള്ള പാത്രങ്ങൾ കൊണ്ട്, ഈ സ്റ്റീലിന്റെ പാത്രമായാലും കുഴപ്പമില്ല, സ്റ്റീൽ ബൗളായാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കാർവ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള പൈപ്പിംഗ് നോസിൽസ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലതൊക്കെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബർത്ത്ഡേ ഒക്കെ നല്ല സ്പെഷ്യൽ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ ഡോള് എങ്ങനെയാ ചെയ്തെന്ന് നോക്കാം. ഡോൾ കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ മോൾഡിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏത് ഡോളാണോ ഉള്ളത് ആ ഡോളിന്റെ ഒരു ഹൈറ്റിനനുസരിച്ച് നമ്മൾ ചെറിയതും വലുതുമായ പാനുകൾ വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഡോളിനെ എടുത്ത് അതിന്റെ കാൽഭാഗം നന്നായിട്ടൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ എൻ്റെ കൈ മുകളിലോട്ട് വെച്ച് അതിന്റെ ഹെയർ എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന പോലെ ഒന്ന് ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹെയർ ഒക്കെ ഇങ്ങനെ കിടന്നാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതൊരു 7 ഇഞ്ച് പാനാണ്. 7 ഇഞ്ച് പാനിലൊരു കേക്ക്, 6 ഇഞ്ച് പാനിലൊരു കേക്ക്, അതുപോലെ തന്നെ രണ്ട് ചെറുതും വലുതുമായ ഓരോ ബൗളിലും ഞാൻ ഓരോ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ട്, സ്റ്റീൽ പാത്രത്തിലൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. നമുക്ക് ഏത് മെറ്റൽ പാത്രത്തിൽ വേണേലും ബേക്ക് ചെയ്യാം. കാരണം നമ്മൾ ബേക്കിംഗ് മോഡിലാണല്ലോ വെക്കുന്നത്. മൈക്രോ പവറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് മെറ്റൽ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ബൗളുകൾ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളുകളിലൊക്കെ നമുക്ക് നമ്മുടെ ബാർബി കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബാർബി കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കേക്കിനെ കാർവ് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ആ സ്കേർട്ടിന്റെ ഷേപ്പിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് ബട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കേക്കുകളാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കേക്ക് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് കുറച്ചൊന്ന് ഹാർഡായ കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കേക്കുകളെയൊക്കെ ഒന്ന് ലെയർ ചെയ്ത് ഐസിങ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം. ബൗളിൽ ഉണ്ടാക്കിയ കേക്കിന്റെ ഈ സൈഡിൽ ഒരു കർവ്ഡ് ഷേപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ഡോളിന്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ നന്നായിട്ട് സെറ്റ് ആയെങ്കിൽ നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ കാർവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഡോളിനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ കേക്ക് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നതാണ്, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പതുക്കെ നമ്മുടെ ഡോളിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഹോൾ ഉണ്ടാക്കുകയാണ്. നമുക്കങ്ങ് താഴെ വരെ ഹോൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിനൊരു സ്പേസ് കൊടുക്കുക. ബാക്കി നമ്മളങ്ങോട്ട് പുഷ് ചെയ്ത് ഇറക്കിയാൽ മതി ഈ കാൽഭാഗം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സ്കേർട്ട് നല്ല ഷേപ്പ് ചെയ്തെടുക്കണം, കാർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല തിന്നായിട്ട് വന്നാലേ നമ്മൾ ഫ്രില്ലൊക്കെ കൊടുക്കുമ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ നന്നായിട്ട് വരുന്ന രീതിയിൽ.
ഇപ്പം ഞാൻ ഏകദേശം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സ്കേർട്ടിനെ ഞാൻ കട്ട് ചെയ്തു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ കുറേ ഭാഗങ്ങൾ ഈ താഴെ ജസ്റ്റ് ചേർത്ത് വെച്ചിട്ടാണ് ആ ഷേപ്പ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അധികം കേൾക്കൊന്നും അത്രയും വേസ്റ്റ് ആയി പോകുന്നില്ല. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗത്ത് എല്ലാം എടുത്ത് ഞാൻ താഴെ സെറ്റ് ചെയ്ത് ആ ഒരു ഷേപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ആ ഷേപ്പിൽ എത്തിച്ചേർക്കാം. ഇനി ഒന്നുകൂടി ക്രം കോട്ടിങ് കൊടുക്കാം. നമ്മൾ കാർവ് ചെയ്ത കേക്കിൽ നിന്നും ഈ കേക്കിൻ്റെ ക്രംസ് ഒന്നും ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രം കോട്ടിങ് ചെയ്ത് വെക്കുന്നത്. ഈ ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ സമയത്തൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബോർഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ കേക്കിനെ സ്മൂത്ത് ആക്കുകയോ സ്മൂത്ത് ആക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പം നിറയെ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ക്രം കോട്ടിന്റെ മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഡിസൈൻ അനുസരിച്ച് കുറച്ചുകൂടി ഒന്ന് നല്ല ക്ലിയർ ആക്കണം ഈ സ്കേർട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തിൻ കൺസിസ്റ്റൻസി ഉള്ള ഐസിങ് എടുത്തിട്ട് ചെറുതായിട്ട് ഐസിങ് കൊടുക്കാൻ പോവാണ്. ഇത് ഐസിങ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതത്ര വിസിബിൾ ആവത്തില്ല. കാരണം ഇങ്ങനെയുള്ള സർഫസിലൊക്കെ നല്ല ക്ലീൻ ഫിനിഷ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഡ്രസ്സ് നല്ല ഫോൾഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഈ വിൽട്ടൻ്റെ 4B എന്ന ടിപ്പ് ഉപയോഗിച്ച് താഴെ നിന്ന് കുറച്ച് പൈപ്പിംഗ് ചെയ്യുന്നു. ഇത് വിൽട്ടൻ്റെ 67 എന്ന് പറഞ്ഞൊരു ടിപ്പാണ്. ഇപ്പൊ യൂസ് ചെയ്ത ആ സെയിം ടിപ്പ് തന്നെ ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടു. അപ്പൊ നമുക്ക് കപ്ലർ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ മാറ്റാനും ഒക്കെ എളുപ്പമാണ്. ഇനി സെയിം ഡിസൈൻ തന്നെ ഈ കളർ കൊണ്ട് കൊടുക്കുക. നമ്മുടെ ഡോൾ കേക്ക് റെഡി ആയി കഴിഞ്ഞു. അതിന് ആ ഡോളിന്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള മാലയും കമ്മലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ 2-3 നോസിൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് ക്ഷമയോടെ ചെയ്യുവാണെങ്കിൽ ആർക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഫൈനൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ സിൽവർ ഡസ്റ്റോ സിൽവർ സ്പ്രേയോ ഒക്കെ ഒന്ന് കൊടുത്താൽ ഒരു നല്ല ഒരു തിളക്കമൊക്കെ ഈ ഡോളിന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ കേക്ക് ഡെക്കറേഷൻ വീഡിയോസുമായും കേക്ക് റെസിപ്പികളുമായും ഒക്കെ ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.